സ്വാമി അയ്യപ്പന് ആഗോള പ്രശസ്തി ഉണ്ടാക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ കേരള സർക്കാർ. അതിനവര് പമ്പയിൽ വെച്ച് ഭക്തന്മാർക്ക് വേണ്ടി ഒരു ആഗോള അയ്യപ്പ സംഗമവും സംഘടിപ്പിച്ചു. എന്തായിരിക്കാം പെട്ടെന്ന് ഇങ്ങനെ ഒരു മനം മാറ്റത്തിന് കാരണം? അല്ല, ഇവര് കമ്മ്യൂണിസ്റ്റുകാരാണല്ലോ, നിരീശ്വരവാദികളാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ പിന്നെ എന്തായിരിക്കാം പെട്ടെന്ന് അയ്യപ്പസ്വാമിയോട് ഇത്ര സ്നേഹമുണ്ടായത്? അല്ല, കഴിഞ്ഞ വർഷമാണല്ലോ ഇവർ ഗണപതി മിത്താണെന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കിയത്. ഗണപതി മാത്രമല്ല, ഹിന്ദുമതത്തിലെ എല്ലാ ദൈവങ്ങളും എല്ലാ പുരാണങ്ങളും വിശ്വാസങ്ങളും ഒക്കെ തന്നെ മിത്താണെന്ന് പറയുന്നവരാണ് ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകാർ. പഴയ കമ്മ്യൂണിസ്റ്റുകാർ എല്ലാ മതങ്ങളും അതിലുള്ള എല്ലാ ദൈവങ്ങളും തെറ്റാണെന്ന് പറയുമ്പോൾ, ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകാർ പക്ഷേ ഹിന്ദുമതത്തോട് മാത്രമാണ് വെറുപ്പുണ്ടായിരുന്നത്. പക്ഷേ ഹിന്ദുമതത്തിലെ തന്നെ ദൈവമായ സ്വാമി അയ്യപ്പനോട് പെട്ടെന്നൊരു ഭക്തിയും സ്നേഹവും ബഹുമാനവും ഒക്കെ വന്നത് എന്തുകൊണ്ടാണെന്നാണ് കേരളത്തിലെ ജനങ്ങൾ തലപുകച്ചുകൊണ്ടിരിക്കുന്നത്. അയ്യപ്പ സംഗമത്തിന്റെ പിന്നിലെ ലക്ഷ്യം വോട്ടും തുട്ടും മാത്രമാണെന്ന് കരുതിയവർക്ക് തെറ്റി. കേരളത്തിലെ ഖജനാവ് നിറയ്ക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് സ്വാമി അയ്യപ്പനാണെന്ന് ഈ ഭരിക്കുന്നവർക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വിദേശ രാജ്യങ്ങളിലെ ജനങ്ങൾ ഇപ്പോൾ ഹിന്ദുമതത്തിലേക്ക് ആകൃഷ്ടരായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാനനവാസിയായ സ്വാമി അയ്യപ്പനെ കുറിച്ച് അവർക്ക് നല്ല അറിവില്ലെങ്കിൽ ഈ ഒരു സംഗമത്തിലൂടെ അവരറിഞ്ഞ് ഇങ്ങ് കേരളത്തിലേക്ക് വരും. അങ്ങനെ ക്ഷേത്രത്തിലേക്ക് അവരും പോകും. അപ്പോൾ ഡോളർ കണക്കിനായിരിക്കും അദ്ദേഹത്തിൻ്റെ കാൽക്കലേക്ക് കാണിക്കയായിട്ട് വരുന്നത്. അത് നമ്മുടെ ഖജനാവിലോട്ടാണല്ലോ. അങ്ങനെ സായിപ്പന്മാരുടെ ഒരു ഒഴുക്ക് കണ്ട്, ഈ ഗവൺമെൻറ് ചെയ്തിട്ടാണല്ലോ ഇത്രമാത്രം ഭക്തർ അയ്യപ്പസ്വാമിക്ക് ഉണ്ടായതെന്ന് വിചാരിച്ച് ഇവിടുത്തെ ഹിന്ദുക്കളൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് ഇനിയും വോട്ട് ചെയ്യും. സ്വാമി അയ്യപ്പനെ ശരിക്കും പറഞ്ഞാൽ ഇവർ ഇകഴ്ത്തുകയല്ലേ ചെയ്യുന്നത്. കാരണം സ്വാമിയുടെ പ്രശസ്തി വർദ്ധിപ്പിച്ച് ആൾക്കാരെ ഇങ്ങോട്ട് ആകർഷിച്ച് ഭഗവാന്റെ മുമ്പിലേക്ക് കൊണ്ടുവരിക. അതായത് കമ്മ്യൂണിസ്റ്റുകാരുടെ സർക്കാർ ആളെ കൂട്ടിയിട്ടാണ് ഭഗവാനെ കാണാൻ ആൾ വന്നതെന്ന് പിന്നീട് ഭാവിയിൽ പറഞ്ഞുണ്ടാക്കാം. ഭഗവാനെ ഇകഴ്ത്തി കാട്ടുന്നത് ഇപ്പോഴോ ഇക്കൂട്ടരോ മാത്രമല്ല, ആചാര സംരക്ഷകരെന്നും പറഞ്ഞിറങ്ങിയവരും അത് തന്നെയാണ് ചെയ്തത്. 9 തൊട്ട് 55 വയസ്സിനിടയിലുള്ള സ്ത്രീകൾ കയറിയാൽ ഭഗവാന്റെ ബ്രഹ്മചര്യം നശിക്കുമെന്നാണ് അന്ന് ആചാര സംരക്ഷണത്തിന് മുന്നിൽ നിന്ന് രാഹുൽ ഈശ്വറിനെ പോലുള്ളവർ പറഞ്ഞത്. കള്ളനായ വാവരാണ് സ്വാമി അയ്യപ്പന് പല സഹായങ്ങളും ചെയ്തു കൊടുത്തിരുന്നതെന്നാണ് ഒരു കഥ. റോമാ സാമ്രാജ്യത്തിൽ നിന്നും അന്ന് മതപരിവർത്തനത്തിന് വന്ന വെളുത്തച്ഛൻ എന്ന് വിളിക്കുന്ന സെയിൻറ്റ് സെബാസ്റ്റ്യനാണ് അയ്യപ്പസ്വാമിയെ കളരിയിലേക്ക് വഴി നയിച്ചതെന്ന് വേറൊരു കൂട്ടര്. അങ്ങനെ ആകമാനം മൊത്തത്തിൽ സ്വാമി അയ്യപ്പൻ മറ്റുള്ളവരുടെ സഹായത്താലാണ് പലതും ചെയ്തിരുന്നതെന്ന് പറയാതെ പറഞ്ഞു വയ്ക്കുന്നു ഈ കൂട്ടർ. സ്വാമിയുടെ കാലത്തിന് ശേഷം അധകൃതരായിട്ട് മുദ്രകുത്തിയ ജനവിഭാഗങ്ങളുടെ ആലപ്പുഴ, കോട്ടയം ജില്ലകളിലുള്ളവരുടെ സ്വന്തം ഈശ്വരനായിരുന്നു അല്ലെങ്കിൽ ക്ഷേത്രമായിരുന്നു ശബരിമല. ഒരു വശത്ത് ആചാര സംരക്ഷകരായിട്ടുള്ളവരും മറുവശത്ത് കൈയിട്ടുമാരികളുമായിട്ടുള്ള അവരെല്ലാവരും കൂടെ തന്നെ ഞങ്ങൾ കോട്ടയം ആലപ്പുഴക്കാരുടെ സ്വന്തം സ്വാമി അയ്യപ്പനെ ഹൈജാക്ക് ചെയ്തു കഴിഞ്ഞു.